നമസ്കാരം. കേരളം വീണ്ടും ഒരു മഴക്കാല ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വീണ്ടും ദുരിതത്തിലായത്. വയനാട്ടിലും മറ്റ് മലയോരങ്ങളിലും വീണ്ടും പ്രളയവും ഉരുൾപൊട്ടലും ആവർത്തിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട്. ഇത്തവണ സങ്കടത്തെക്കാൾ ഏറെ ദേഷ്യമാണ് ഓരോ പൗരനിലും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി സംഭവിക്കുന്നത്? ആരാണ് ഇതിന് യഥാർത്ഥ ഉത്തരവാദി? ശാസ്ത്രീയമായ കാര്യങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലായത് കേരളത്തിൽ പ്രളയവും ഉരുൾപൊട്ടലും പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ടെന്നാണ്. 1341 വലിയ വെള്ളപ്പൊക്കവും പിന്നീട് 1924 മഹാപ്രളയവും 1961 പ്രളയവുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ 2018 തൊട്ട് ഇങ്ങോട്ട് ഓരോ വർഷവും ഈ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം കേരളത്തിന്റെ വളരെ പ്രത്യേകതയുള്ള ഭൂപ്രകൃതിയാണ്. ഒരു വശത്ത് അറേബ്യൻ കടലും മറുവശത്ത് പശ്ചിമഘട്ട മലനിരകളും ഇടയിൽ 100 കിലോമീറ്ററിൽ താഴെ മാത്രം വീതിയുള്ള സമതലവുമാണ് കേരളത്തിനുള്ളത്. കടലിൽ നിന്നുള്ള ഈർപ്പവുമായി എത്തുന്ന കാറ്റ് പശ്ചിമഘട്ടത്തിൽ തട്ടി തണുത്ത് ശക്തമായി മഴയായി പെയ്യുന്നു. ഈ ചെറിയ ഭൂപ്രദേശത്തിനുള്ളിലാണ് കേരളത്തിലെ 44 നദികളും ഒഴുകുന്നത്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം വളരെ പെട്ടെന്ന് കടലിലേക്ക് എത്തിക്കേണ്ട ചുമതലയാണ് ഈ നദികൾക്കുള്ളത്. അത്രയധികം വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയാതെ വരുമ്പോഴാണ് അവ കരകവിഞ്ഞൊഴുകുന്നതും വെള്ളപ്പൊക്കമുണ്ടാകുന്നതും. ഇനി ഉരുൾപൊട്ടലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മലയുടെ ഉറപ്പുള്ള പാറയുടെ മുകളിൽ നിന്നും നിൽക്കുന്ന ലൂസ് മണ്ണിലേക്ക് തുടർച്ചയായി മഴവെള്ളം ഇറങ്ങുമ്പോഴാണ് ഭാരം വർദ്ധിക്കുകയും ഗുരുത്വാകർഷണ ബലം മൂലം ആ മണ്ണ് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നത്. ഇത് സ്വാഭാവിക പ്രക്രിയയാണെങ്കിലും ഇതിന്റെ ആഘാതം പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. പണ്ടൊക്കെ വലിയ ഇടവേളകൾക്ക് ശേഷമായിരുന്നു ദുരന്തങ്ങൾ വന്നിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. കണക്കുകൾ പരിശോധിച്ചാൽ 1958 74 ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ 40-ൽ താഴെ ആളുകൾ മാത്രമാണ് മരിച്ചതെങ്കിൽ 2024 വയനാട്ടിൽ മാത്രം 298 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. എന്തുകൊണ്ടാണ് നാശനഷ്ടങ്ങൾ ഇത്രയധികം കൂടുന്നത്? ഇവിടെയാണ് മഴയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ വാർഷിക മഴയുടെ അളവ് കുറയുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും മഴയുടെ സ്പീഡ് അഥവാ തീവ്രതയാണ് മാറിയത്. ഗ്ലോബൽ വാർമിംഗ് കാരണം അറേബ്യൻ കടൽ കൂടുതൽ ചൂടാവുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് 200 മീറ്ററിലധികം പെയ്യുന്ന മഴ എക്സ്ട്രീം റെയിൻഫോൾ പ്രതിഭാസം പതിവായി മാറുകയും ചെയ്യുന്നു. എന്നാൽ നേച്ചറിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ കാടുകൾ വെട്ടി നശിപ്പിച്ച് പ്ലാന്റേഷനുകളാക്കി മാറ്റിയതുകൊണ്ട് മണ്ണിലെ വെള്ളം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. 1950-നും 2018-നും ഇടയിൽ 62% കാടാണ് കേരളത്തിൽ കുറഞ്ഞത്. മലനിരകൾ ജനസംഖ്യ കൂടിയതോടൊപ്പം വീടുകളും റിസോർട്ടുകളും റോഡുകൾക്കും വേണ്ടി മലകൾ ഇടിച്ചു നിരത്തി. വെള്ളം ഒഴുകേണ്ട തോടുകളും കനാലുകളും നദികളും വേസ്റ്റുകൾ ഇട്ട് ബ്ലോക്ക് ചെയ്തു. പ്രളയം തടയാൻ സഹായിക്കുന്ന സ്വാഭാവിക ടാങ്കുകളായ നെൽവയലുകൾ വ്യാപകമായി നികത്തുകയും ചെയ്തു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒന്നാണ്: നേച്ചറിൽ സംഭവിക്കുന്നത് എന്തു തന്നെ ആയാലും എത്ര പേർ മരിക്കുന്നു എന്നത് സർക്കാരിന്റെ പ്ലാനിങ്ങും ഗവർണൻസുമാണ് തീരുമാനിക്കുന്നത്. ഒറീസ പോലുള്ള ഒരു സംസ്ഥാനം പോലും സൈക്ലോൺ ദുരന്തങ്ങളിലെ മരണനിരക്ക് ഫലപ്രദമായി കുറച്ചപ്പോൾ കേരളം മാത്രം ഇക്കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്നു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സർക്കാരിനോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറിച്ച് ചരിത്രത്തിൽ മാറി മാറി എത്തിയ എല്ലാ സർക്കാരുകളും ഇതിന്റെ ഉത്തരവാദികളാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. 2018-ന് ശേഷം മാത്രം റിക്കവറി 31,000 കോടി രൂപയിലധികമാണ് കേരളം ചിലവഴിച്ചത്. വികസനത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിന് ഈ ഫണ്ടമെന്റൽ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാകൂ. സർക്കാരിന്റെ മേൽ മാത്രം എല്ലാം ചുമത്തി നമുക്ക് മാറി നിൽക്കാനാകില്ല. നമ്മളും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തുടങ്ങണം. ഇല്ലീഗൽ നിർമ്മാണങ്ങളും മാലിന്യ നിക്ഷേപണവും അവസാനിപ്പിക്കണം. ഓരോ പൗരനും ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറുമ്പോൾ മാത്രമേ മികച്ചൊരു സമൂഹവും ശക്തമായ സർക്കാരും ഉണ്ടാകൂ. ഈ ചിന്തകളോടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു.